പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രണ്ട് പ്രവാസികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. പ്രവാസികളുടെ മരണം എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് വേദനയാണല്ലേ. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേദന ഉണ്ടാകും. എന്നുവെച്ചാൽ നാടും വീടും നാട്ടുകാരെയും വിട്ട് ഒരുപാട് പ്രശ്നങ്ങളും വെച്ചാണ് അവരിവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നത്. പ്രശ്നങ്ങളും വിഷമങ്ങളും മാറ്റാൻ അവരുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ ജീവിതം ത്യജിക്കാൻ വേണ്ടി പോയവരാണ് പ്രവാസികൾ. പോകുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ബാക്കി വെച്ചായിരിക്കും അവരിവിടുന്ന് യാത്ര ചെയ്യുന്നത്. എന്തൊക്കെയോ കെട്ടിപ്പൂട്ടി വെച്ച സ്വപ്നങ്ങളാണ് പ്രവാസ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാകുന്നത്. ഉറ്റവരെയും ഉടയവരെയും കാണാതെ കാലങ്ങളോളം കഴിച്ചു കൂട്ടിയിട്ടും തിരിച്ചു വരാൻ നേരത്ത് മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്കെല്ലാവർക്കും പ്രവാസികൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ മരണപ്പെട്ടവർക്ക് തീർച്ചയായും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഗൾഫിൽ നിന്നും മടങ്ങവേ കണ്ണൂർ എയർപോർട്ടിൽ വെച്ചാണ് ഇദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ സുഹൃത്തുക്കളെ, ആ ഒരു അവസ്ഥ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് പരീക്ഷിക്കില്ല റബ്ബേ. അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും നാട്ടിലെത്തി എയർപോർട്ടിൽ നിന്നും മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പടച്ച റബ്ബ് കൊടുക്കട്ടെ. ആമീൻ. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഓരോ മരണവാർത്തയും ഞങ്ങൾ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. കണ്ണൂർ എയർപോർട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നത് കൈതപ്പുറത്തെ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു യുവാവാണ്. ഇന്ന് വൈകുന്നേരമായിരുന്നു മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പടച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ. താജുദ്ദീൻ റസാഖി എന്നവരുടെ മരുമകനാണ് നിസാമുദ്ദീൻ. മയ്യത്ത് മട്ടന്നൂർ ആശുപത്രിയിലാണുള്ളത്. പടച്ച റബ്ബ് അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. വേറെ ഒരു പ്രവാസിയും കൂടി മരണപ്പെട്ടിട്ടുണ്ട്. വെറും 26 വയസ്സുള്ള മുഹമ്മദ് അജ്മൽ. സുബ്ഹാനല്ലാഹ്, ചെറിയ മോനാണ് റബ്ബേ. തലശ്ശേരി ചിറക്കൽ സ്വദേശി സലാലയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര പ്രവാസികളാണെന്നറിയോ മരണപ്പെട്ടു പോകുന്നത്. അധിക പേരും മരണപ്പെടുന്നത് അറ്റാക്ക് മൂലമാണ്. എന്തുകൊണ്ടാണ് അറ്റാക്ക് വരുന്നത്? പല പ്രയാസങ്ങളും വിഷമങ്ങളും അവർ ഹൃദയത്തിലിട്ട് അടക്കി വെക്കും. ആരോടും പറയാതെ, ആരോടും വിഷമങ്ങൾ അറിയിക്കാതെ. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് സമാധാനം കൊടുക്കാൻ നമുക്ക് കഴിയണം. സമാധാനം കൊടുക്കാൻ കഴിയട്ടെ. പടച്ച റബ്ബ് അതിനുള്ള തൗഫീക്ക് നമ്മുടെ കുടുംബത്തിനുണ്ടാകട്ടെ. സലാല ഹസൻ ബിൻ താബിത്ത് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന തലശ്ശേരി ചിറക്കര സ്വദേശി മുഹമ്മദ് അജ്മൽ, 26 വയസ്സ്, ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തലശ്ശേരി യുവാവാണ്, ഹോട്ടലിൽ ജോലി ചെയ്യുന്ന യുവാവാണ്. നമ്മൾ ഇവിടുന്ന് സൂട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് അവരവിടുന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ റബ്ബേ. എന്നിട്ടും വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ അവരെ വിളിച്ചു പറയും. ഒരിക്കലും അരുത് സുഹൃത്തുക്കളെ. അവരെ സമാധാനിപ്പിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ. അവർക്കിത് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെപ്പോലുള്ളവർ, അവരെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് അവർക്കൊരു സാന്ത്വനമായി നമുക്കേ പറ്റുള്ളൂ. വെറും 26 വയസ്സ് മാത്രമേ ഉള്ളൂ. ഹൃദയാഘാതം കൊണ്ട് പെട്ടെന്ന് പിടുങ്ങനെ മരണപ്പെടുകയാണ്. ഇദ്ദേഹത്തിന്റെ മയ്യത്ത് നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തിക്കും. നമ്മൾ ഈ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം സുഹൃത്തുക്കളെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്തിനാണെന്നറിയൂ? മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നത്? മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന മരണഭയം ഒഴിവായി കിട്ടും.
നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ മരണഭയം ഒരുപാട് ഒഴിവായി കിട്ടും. അള്ളാഹു തആല നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നമ്മുടെയൊക്കെ ഈമാൻ പടച്ച റബ്ബ് നിലനിർത്തി തരട്ടെ. ആമീൻ. നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഏക ഇലാഹായ അല്ലാഹ്, ഈ മയ്യത്തിൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പ്രവാസിയാണ് റബ്ബേ, പെട്ടെന്നുണ്ടായ മരണമാണ് റബ്ബേ. അർശിൻ്റെ തണൽ നീ നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ നീ ഇവരെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ പ്രവാസികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ഉറ്റവരെയും ഉടയവരെയും വിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന പ്രവാസികളാണ് റബ്ബേ. പാവപ്പെട്ടവരാണ് റബ്ബേ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, അറ്റാക്ക് മൂലം ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബേ. ആ മക്കൾക്കൊക്കെ നീ തന്നെ തുണയാകണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മാതാപിതാക്കൾ ഇത് കാരണം കഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ. അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും നിന്റെ സംരക്ഷണത്തിൽ തന്നെ ആവണ റബ്ബേ. പടച്ച റബ്ബേ, ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ആരെയും അനാഥരാക്കല്ല റബ്ബേ, യതീമാക്കല്ല റബ്ബേ. എല്ലാ മുസീബത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ. പടച്ച റബ്ബേ, എല്ലാ പ്രവാസികളെയും തൊട്ട് നീ കാക്കണേ റബ്ബേ. അവർക്ക് നീ ആഫിയത്തേകണ റബ്ബേ, ആഫിയത്തേകണ റബ്ബേ, ഇസ്സത്തേകണ റബ്ബേ, റഹ്മത്തേകണ റബ്ബേ. അവരെ എല്ലാ മുസീബത്തിൽ നിന്നും നീ കാക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യുക. എല്ലാവരും നിസ്കാരപ്പായയിൽ നിന്നും പ്രവാസികൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ മക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം. എന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മരണപ്പെട്ടവർക്ക് വേണ്ടി പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. പറ്റുന്നവർ മയ്യത്ത് നിസ്കരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.